ശരിയാ, വിശുദ്ധ വാരത്തെ വന്ദിക്കാൻ സർക്കാരിന് ബാധ്യതയൊന്നുമില്ല. പക്ഷെ നിന്ദിക്കരുത്. ക്രൈസ്തവർ വിശുദ്ധവാരമായിട്ട് ആചരിക്കുന്ന ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിശീലനങ്ങളും പ്രവേശന പരീക്ഷകളും ഒക്കെ കുത്തി നിറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എല്ലാ മതങ്ങൾക്കും ഒരേപോലെ ബാധകമാകുന്ന പ്രഖ്യാപിത മതേതര നയമായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. രണ്ട് തലത്തിലാണ് കേന്ദ്ര തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പോലെ, മറ്റൊന്ന് ജീവനക്കാരെ ബാധിക്കുന്ന പോലെ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായിട്ടുള്ള JEE മെയിൻ പെസഹ വ്യാഴമായ ഏപ്രിൽ 2, ദുഃഖശനിയായി ഏപ്രിൽ 4, ഈസ്റ്ററായി ഏപ്രിൽ 5 എന്നീ ദിവസങ്ങളിലാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ BE BTech പരീക്ഷകൾ ഏപ്രിൽ 6, 8 തീയതികളിലും ഏപ്രിൽ 7-ാം തീയതി BArch B പ്ലാനിംഗ് പരീക്ഷകൾ നടത്താനാണ് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ തീരുമാനം. ഇനി ക്രൈസ്തവരായ ജീവനക്കാർക്ക് പ്രവൃത്തി ദിനമാക്കിയിരിക്കുന്നത് ഓശാന ഞായറാഴ്ചയാണ്. അന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജോലികളിലെ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ആദ്യഘട്ട പരിശീലനം സമാപിക്കുന്നത്. എല്ലാവരുടെയും സൗകര്യം മാനിച്ച് ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷെ ഇത്തവണ ഓശാന, ഈസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിശുദ്ധവാരത്തിലെ ദിവസങ്ങളൊക്കെ ക്രൈസ്തവർക്കടക്കം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായിട്ട് ഈസ്റ്ററും ക്രിസ്മസും ഉൾപ്പെടെ ക്രൈസ്തവർ ആഘോഷമാക്കുന്ന ദിവസങ്ങളൊക്കെ സംഘപരിവാർ കലുഷിതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പതിപ്പാവരുത് കേന്ദ്ര സർക്കാർ. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് രാജ്യമെങ്ങും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾക്ക് ഒരു അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾ അക്രമോത്സുകരായ തീവ്ര ഹിന്ദുത്വർ അലങ്കോലപ്പെടുത്തുന്നതും അക്രമം അഴിച്ചുവിടുന്നതും ഒക്കെ സർക്കാരിൻ്റെ കൺമുന്നിലായിരുന്നു. സ്നേഹഗീതം പാടുന്ന കരോൾ സംഘം പോലും പുറത്തിറങ്ങരുതെന്നായിരുന്നു വർഗീയവാദികളുടെ തിട്ടൂരം. സന്യസ്തർ ഉൾപ്പെടെ എത്രയോ ആളുകൾ തീവ്ര ഹിന്ദുത്വ വിചാരണയ്ക്കും ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും ഒക്കെ ഇരയായി. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെയുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ വാജ്പേയി ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ജീവനക്കാർ എത്തണമെന്ന് ആവശ്യപ്പെട്ട് ലോക്ക്ഡൌൺ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് പക്ഷെ കഴിഞ്ഞ ക്രിസ്മസിനായിരുന്നു. അതിനുശേഷം വിവാദമായതോടെ നിർബന്ധമില്ലെന്ന് തിരുത്തുകയായിരുന്നു. വർഗീയ ആക്രമണങ്ങളും സർക്കാർ നിസ്സംഗതയും മതരാഷ്ട്രങ്ങളിലെ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾക്ക് സമാനമായ മതപരിവർത്തന നിരോധന നിയമങ്ങളൊക്കെ ഈ രാജ്യത്തെ സൗഹൃദാന്തരീക്ഷം തകർക്കുന്നുണ്ട്. ഇതിലിപ്പോൾ സർക്കാരിന് ഒരു ദുരുദ്ദേശം ഇല്ല എന്ന് വാദിച്ചാൽ തന്നെ വിശുദ്ധവാരാചരണത്തിൽ പങ്കെടുക്കാൻ ക്രൈസ്തവർക്ക് പറ്റാതാവുന്ന പോലുള്ള സ്ഥിതി ഉണ്ടാവുന്നത് ആശങ്ക ഉളവാക്കുന്നതാണ്. കാരണം ഇത്തരം നടപടികൾ ചില പുണ്യദിനങ്ങൾക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ. സംഘപരിവാറിനും BJPക്കും അനുഭാവികൾക്കും മാത്രം ബോധ്യമാകുന്ന രീതിയിലല്ല ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. പ്രവേശന പരീക്ഷ, തെരഞ്ഞെടുപ്പ് പരിശീലന തീയതികൾ മതേതരത്വത്തെ അല്ല മതാധിഷ്ഠിത ചിന്തയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് സർക്കാർ തിരിച്ചറിയണം. ക്രൈസ്തവരെയും ഈസ്റ്റർ ആചരണത്തിലും ആഘോഷത്തിലും ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള മറ്റ് മതസ്ഥരെ മാനിക്കണം. വിശേഷ ദിവസങ്ങളിൽ ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ആഘോഷമാക്കുന്ന നാടിനെ ഓരോ തുരുത്തുകളിലേക്ക് ചുരുക്കരുത്. കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥികളും നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത്?